പ്രശ്നം സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഏത് രീതിയിൽ നടക്കും അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സമസ്തയിൽപ്പെട്ട 3-4 പേര് അത് വർഷങ്ങളെ എത്രയോ മുമ്പ് തുടങ്ങിയ ഒരു ഇത് ഇപ്പം ഒന്ന് ശക്തിപ്പെട്ടു. പുതിയ സംഭവവികാസത്തിൻ്റെ പുറത്ത് ഇപ്പം ശക്തിപ്പെട്ടു എന്നല്ലാതെ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് പോലെ ഒന്നുമില്ല. ഉദാഹരണത്തിന് ഇതെല്ലാം തീരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാ വിഭാഗവും എന്തിന് സമസ്തയായിട്ട് ബന്ധപ്പെടാത്ത എന്നോടൊക്കെ പേഴ്സണലായിട്ട് മുജാഹിദ് വിഭാഗത്തിൻ്റെ ആളുകൾ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഭിന്നിക്കരുതേ, ഒന്നിക്കണം. നിങ്ങളിപ്പോൾ എന്നോട് തുടക്കത്തിൽ പറഞ്ഞ് ഒന്നിക്കണം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒന്നായി വേണം. പക്ഷെ സാധിക്കാതെ വരുന്നത് ഒരു 4-5 ആളുകൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ മാത്രമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം പറഞ്ഞാൽ സമസ്തയും ലീഗും തമ്മിൽ രണ്ട് സംഘടനയാണ്. ചില കാര്യങ്ങൾ മുമ്പേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പറഞ്ഞ് തീരാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പുതിയ വാഫി പ്രശ്നം വന്നപ്പം വളരെ ഭംഗിയായി തീർന്നതാണ്. ആ ഒരു ഫോർമുല വെച്ച് തീർന്ന് അത് ഒരാളെ വെച്ചു, എല്ലാം തീർന്നപ്പോൾ ഹമീദ് ഫൈസി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, മൂർഖനെ ഇനി ഇതുവരെ ഇപ്പൊ കരിമൂർഖൻ. അങ്ങനെ എന്തുകൊണ്ട് സമസ്ത അത് പറഞ്ഞില്ല, സമസ്തന്റെ പ്രസിഡന്റ് പറഞ്ഞില്ല, സമസ്തന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത് നിറഞ്ഞുണ്ടാകുമ്പോൾ ഒരു കാരണവശാലും തീരരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് അവിടെ അന്നത്തെ ആ ചർച്ച പൊട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അന്ന് തീർന്നു പോകും. കാരണം സമസ്തയും ഈ ലീഗിനകത്തും തങ്ങളും CIC ഒക്കെ കൂടി എടുത്ത നല്ല തീരുമാനമാണ് അന്ന് പ്രഖ്യാപിച്ചത്. സമസ്ത ആവശ്യപ്പെട്ട ഒരു തീരുമാനം. പക്ഷെ അതും പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഈ അടുത്ത കാലത്ത് എല്ലാം വീണ്ടും ബഹുമാനപ്പെട്ട സമസ്തന്റെ പ്രസിഡന്റും സാദിഖ് അലി തങ്ങളും കൂടി ഇരുന്ന് വീണ്ടും, ഞാനൊക്കെ അതിൽ ഭാഗവാക്കായതാണ്, എല്ലാ രീതിയിൽ ഗ്രൂപ്പുണ്ടായി വന്നു. കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇടവണ്ണപ്പാറ ഒരു യോഗം വിളിച്ച് തങ്ങളെ ആക്ഷേപിക്കുന്നത്. എന്തിനാണ് ഉമ്മർ ഫൈസി ചെയ്തത്? ഇത് യോജിക്കാതെ ഒരിക്കലും ഇത് യോജിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഇവർക്ക് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് ഇപ്പൊ സുപ്രഭാതം ഇന്ന് കണ്ടില്ലേ, സുപ്രഭാതത്തിൽ നടപടി എടുത്തത് ആരെയാണ്? ഏതോ ഒരു ലേഖയാണ്. എന്താണ് അവർക്ക് മാനേജ്മെന്റ് അറിയാതെയോ ഇത്രയും വലിയ ഒരു പരസ്യം ആ രീതിയിൽ കൊടുത്തിട്ടും മാനേജ്മെന്റ് അറിയാതെ തന്നെ ഇപ്പൊ ഷാജി പറഞ്ഞതാണ് കറക്റ്റ്. സ്ലീപ്പിംഗ് സെല്ലല്ല, ഇവരിപ്പം പരസ്യമായ സെല്ല് തന്നെയാണ്. അതൊരു മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും ഒക്കെ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഞങ്ങളത് പറയും. ഇതൊന്നും ഇപ്പൊ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതൊരു വിഘടിതല്ല, സമാന്തരല്ല. ഈ പ്രശ്നം യഥാസമയം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സമസ്ത ഉസ്താദുമാരോടും ഞങ്ങൾ മുഷാവറ മെമ്പർമാരൊക്കെ പോയി കാണുന്നുണ്ട്. ഇത് ഒരു എടുത്തല്ല, 2.5 കൊല്ലമായി ഇത് വൺ സൈഡാണ്. ഇവർ വൺ സൈഡ് നിരന്തരം ആക്രമിക്കുകയാണ്. അത് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ ആക്രമിക്കുന്നു, ലീഗിനെ ആക്രമിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ വന്നപ്പോഴാണ് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന് സമസ്തയുടെ തന്നെ ആളുകളുടെ തീരുമാനമാണ് നളന്തയിൽ യോഗം കൂടിയതും സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്നുണ്ടാക്കിയത്. ഇപ്പം ഇന്ന് സുപ്രഭാതത്തിന്റെ CEO ഇതുണ്ട്, ഉസ്താദുമാരുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഉസ്താദുമാരുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യലില്ല. ഉസ്താദുമാർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊരു ബന്ധമില്ല, എന്താ ചെയ്യുന്നത്? അപ്പൊ എന്താ ഇതിനർത്ഥം? എന്നിട്ട് അവരെ കരുവാക്കില്ല. ഇതിൽ വ്യക്തമായി അതിൽ പങ്കുവഹിച്ച ആളുകളുണ്ട്. ആ സുപ്രഭാതത്തിന്റെ പ്രധാനമായ സ്ഥാനത്ത് അവർ മാറ്റണം എന്ന് പറയുന്നുണ്ട്. പരസ്യമായി പാണക്കാട് തങ്ങളെ പരസ്യമായി വിമർശിച്ച ഉമ്മർ ഫൈസിയെ മാറ്റണം, അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതൊരു സമാന്തരമല്ല. സമസ്തയും ഇതായിട്ട് ഒരു പ്രശ്നമില്ല, വളരെ നല്ല ബന്ധം. ഇന്നും ബഹുമാനപ്പെട്ട ജിഫി തങ്ങൾ എന്നെ വിളിച്ചിരുന്നു. ഇന്നും അതൊന്നൊരു വിഷയമല്ല. ഞങ്ങൾ ഇതിൽ കൃത്യമായി സമസ്തയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആ പഴയ കാലത്ത് പോലെ നല്ല ബന്ധങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഉദ്ദേശമുള്ളൂ. അതിന് യഥാസമയം ഇപ്പം കോഴിക്കോട് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് കോഴിക്കോട് ഇപ്പം ഇന്നലെ തിരൂരിൽ പല ഭാഗങ്ങളും നടത്തുകയാണ്. എന്താണ് ആദർശ സമ്മേളനം? അല്ല, അതിൻ്റെ പുറത്ത് ലീഗിനെ പറയുന്നു, മറ്റുള്ള രീതി പറയുന്നു, തെളിഞ്ഞും ഒളിഞ്ഞും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ മുസ്ലിം ലീഗിനെയും ഒക്കെ ആക്രമിക്കുകയാണ്. അത് കേട്ടിക്കാൻ കഴിയില്ല ഞങ്ങൾക്കും അതിന്. കാരണം പല ആളുകളും ഞങ്ങളുടെ പാർട്ടി അണികൾ, അതുപോലെ സമസ്തയുടെ തന്നെ നിരവധി ആളുകൾ അതിന് വലിയ വികാരമുണ്ട്. കാരണം ഇതിനൊരു മറുപടി ഇല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നിപ്പോവാണ്. അതെല്ലാം അതിന് മറുവശമുണ്ട് എന്ന് ഞങ്ങൾ പുറത്ത് പറയും. ഇത് കോഴിക്കോട് ഞങ്ങൾ വലിയ സമ്മേളനം നടത്താൻ പോവാണ്. എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഞങ്ങൾ ജില്ലകളിൽ വന്ന് ഇത് ബോധ്യപ്പെടുത്തുകയാണ്. അതൊക്കെ പ്രവർത്തനം തന്നെയാണ്. അതൊന്നും ഒരിക്കലും ഞങ്ങൾ ഇത് ഉസ്താദുമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ചെയ്യും, അപ്പോൾ ഇതൊരു സമാന്തരാണ് എന്നൊന്നും പറയില്ല. പക്ഷെ മുസ്ലിം ലീഗിനെ
സമസ്യയായിട്ട് വധിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് സംഘടനയിൽ ഉണ്ടാവില്ലേ? ആ ഉണ്ടാകണം. അത് മുമ്പ് കാലങ്ങളൊക്കെ പറഞ്ഞു തീർക്കലാണ്. ഇവിടെ ഇത് പർവ്വതീകരിച്ച് ഇത് പ്രശ്നങ്ങളാക്കി കൊണ്ടുപോകാൻ നിർബന്ധിതരാണ് ഇവർ നിർബന്ധിക്കുക. ആ സമയത്താണ് ഇനി പറ്റില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. അതും ഒരു സമാന്തരമല്ല ഇത്. കാരണം നിരവധി കാരണങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഓരോന്നും ഇപ്പൊ സുപ്രഭാതത്തിലെ മുൻ പരസ്യം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളില്ല അറിഞ്ഞില്ല. ഈ ഉമർ ഫൈസിന്റെ ഈ പ്രസ്താവന ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ ഈ മുഷാവറയിൽ വന്നു? അതുപോലെ നിങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു മുഷാവറ എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഇത്ര വലിയ സ്ഥാനത്തിരുന്നല്ല കോഴിക്കോട് സ്റ്റേജ് വെച്ചിട്ട് എന്താ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഭാഷകൾ പൊതു സ്റ്റേജിൽ കയറി ഒരു മുഷാവറ മെമ്പർമാർ പറയാണ്. ഇത്ര അപഹാസ്യാണത്. ഉമർ ഫൈസിനെ മാറ്റാതെ ഒരു അനുനയത്തിന് ഇല്ല. അത് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ശക്തമാണ്. അത് അദ്ദേഹത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അദ്ദേഹത്തെ മാറ്റണം. അദ്ദേഹം മുഷാവറ മെമ്പറാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം പലതും അദ്ദേഹത്തെ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല. അതൊക്കെ പറയുമ്പോൾ മതി. പക്ഷെ എന്നാലും ഇവിടെ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ മുകളിൽ കയറി ഇപ്പൊ സമസ്തനെ ഹൈജാക്ക് ചെയ്യാണ്. ഞങ്ങളാണ് അവർ പറയും അതാണ് സമസ്ത എന്ന് പറയാൻ പറ്റുമോ? സമസ്തക്ക് ഒരു സംവിധാനം ഉണ്ട്, അതിന് ലീഡർഷിപ്പ് ഉണ്ട്. അതിന് അവർ പറയട്ടെ. അവരും ഇന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ, ഹക്കീം ഫൈസിയെ മാറ്റണം എന്ന് സമസ്തയുടെ ഒരു നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഒരാളെ കൊണ്ടുവന്നു. ആ പ്രശ്നം അതിനോട് തീർത്തതാണ്. ഉടനെ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പോയത് മൂർഖനാണെങ്കിൽ വന്നത് കരിമൂർഖനാണ്. എത്ര അപകടകരമാണ്. അത് ആരാ പറഞ്ഞേ? സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞോ? സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞോ? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞില്ല? പറഞ്ഞത് ഇവരാണ്. അപ്പൊ എന്താ ഇവരുടെ ലക്ഷ്യം? ഇത് ആക്കണം. എനിക്ക് നേരിട്ടറിയാം. എടവണ്ണപ്പാറ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രശ്നം നല്ല രീതിയിൽ തീരാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഇയാൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു യോഗം വിളിപ്പിച്ചതാണ് ടീമിനോട്. ഇങ്ങോട്ട് അത് പത്രത്തിലേക്ക് കൊടുത്തു. പാണക്കാട് ഖാലി ഫൗണ്ടേഷനൊക്കെ എന്തിനാ എതിർക്കുന്നത്? തങ്ങള് ഇപ്പം ജിഫ്രി തങ്ങള് ഖാലിയാണ് കാഞ്ഞങ്ങാട് ഭാഗത്ത്. അവിടെ ഇതുപോലെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അവിടെ സംവിധാനം ഉണ്ട്. അദ്ദേഹം അവിടെ വന്ന് ഇരിക്കലുണ്ട്. അതുപോലെ കോഴിക്കോട് വലിയ ഖാലി അദ്ദേഹത്തിന്റെ കീഴിൽ കോഴിക്കോട് ആസ്ഥാനമുണ്ട്. പാണക്കാട് തങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ സാദിഖലി തങ്ങൾക്ക് നിരന്തരം വളരെയധികം തിരക്കായി. അദ്ദേഹത്തിന് ഈ സ്ഥാപനം കിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ അടക്കാണ് അങ്ങനെ ഒരു സ്ഥാപനം വേണം. ഒരു ഖാലി ഹൗസ് ഉണ്ടാക്കണം. അവിടെ വെച്ച് ഈ പ്രശ്നങ്ങൾ മഹലുകളിൽ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ എന്തിനാ അതിനെ എതിർക്കണം? ഇതില് വർഷങ്ങളോളം ഇല്ലാത്തൊരു ഫൗണ്ടേഷന്, ഖാസി ഫൗണ്ടേഷന് പാണക്കാട് കുടുംബത്തിന്റെ പേരിൽ തുടങ്ങുമ്പോൾ അത് സമസ്തയിൽ ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് തുടങ്ങുകയാണ് എന്ന് തങ്ങൾമാർ തന്നെ പറയും. എന്താ കുഴപ്പമില്ല. ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ അതിനെന്താ കുഴപ്പം? നാളെ അദ്ദേഹം പത്രക്കാരൻ പറയും ഞങ്ങളോടൊക്കെ നേരിട്ട് പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ജിഫ്രി തങ്ങൾ ഓരോ വിഷയം വരുമ്പോഴും അതിന് എന്താ തകരാറെന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് നിങ്ങളിപ്പോ പറഞ്ഞ അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ മൂർഖമ്പാമ്പിന്റെ ഉദാഹരണം, അതുപോലെ സുപ്രഭാതത്തിൽ വന്ന പരസ്യം, ഈ പരസ്യം കഴിയുമ്പോഴും ഉമർ ഫൈസിയുടെ പ്രസ്താവന വരുമ്പോഴും ഈ സംഗതികളൊക്കെ വരുമ്പോഴും പിന്നീട് അവരുടെ പേര് ശക്തമായ നടപടി ഒന്നുമില്ല. അവിടെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് അവർ അത്ര ശക്തരാണ്. ആ ശക്തരാകുന്നതിനാണ് ഞങ്ങൾ ഇപ്പുറത്തും അത് പറ്റില്ല എന്ന് പറയാൻ ഞങ്ങൾ യഥാർത്ഥ ശരിയാണ്. ഇങ്ങനെയൊക്കെ അച്ചടക്ക ലംഘനം ഹൈജാക്ക് ചെയ്യലും ഞങ്ങളാണെന്ന് പറയലും. ഉദാഹരണത്തിന് ഇപ്പൊ സുപ്രഭാതത്തിന്റെ MD അമീദ് ഫൈസി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ആരാക്കിയത്? ഡയറക്ടർമാരാക്കിയിട്ടില്ല. സുപ്രഭാതം അത് അറിയില്ല. സ്വയം അവരോധിതം. ഞാൻ ഡയറക്ടറാണ്, ഞാൻ MD ആണ് എന്നിട്ട് പറയാണ് എന്ത് ശരിയാണത്? 16-17 ഡയറക്ടർമാർ ഇപ്പൊ കത്ത് കൊടുത്തണം, മീറ്റിംഗ് വിളിക്കണം, മാറ്റണം എന്ന് പറഞ്ഞിട്ട്, നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഹമീദ് ഫൈസിയുടെ പേരിൽ മാത്രമാണോ അച്ചടക്ക നടപടി നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അല്ല, ഉമർ ഫൈസിന്റെ പേരിൽ വേണം. ഹമീദ് ഫൈസി ഇതിന്റെ ഒക്കെ ഹെഡ് അവരാണ്. ഈ 5 ആളുകളാണ് 5 ആളുകളുടെ പേരിലും അച്ചടക്ക നടപടി ആവശ്യപ്പെടുന്നു. ഇല്ല, അങ്ങനെ ഇവരെ നിലക്ക് നിർത്തണം. ഇവർ സമസ്തയേക്കാൾ സൂപ്പർ സമസ്ത ആവരുത്. എങ്ങനെയുള്ള നടപടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്? ഉമർ ഫൈസി വ്യക്തമായി പാണക്കാട്ട് തങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഇപ്പൊ ഞങ്ങൾ നിലപാട് മാറ്റി വന്നാലോ? എങ്ങനെ നിലപാട് മാറ്റിയത്? പരസ്യമായി പറഞ്ഞതാണ്. അത് എന്താ നിലപാട് മാറ്റണം? അദ്ദേഹം ആ സ്ഥാനത്ത് സമസ്തയുടെ സെക്രട്ടറിയും മുഷാവറ മെമ്പറുമാണ്. ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റൂല.
പക്ഷേ ഇപ്പൊ ഉമർ ഫൈസിയെ ഇപ്പൊ ഈ നിലപാട് നിങ്ങൾ ഇതേ രൂപത്തിൽ തുടർന്നു പോവുകയാണെങ്കിൽ അവര് ഉമർ ഫൈസിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരുപാട് സമ്മേളനങ്ങൾ വെക്കുന്നു, അതിൽ ആളുകളും കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു ഭിന്നിപ്പിലേക്ക് ആളുകൾ കൂടുന്നത് ആളുകൾക്ക് ഇതാണ്. ഇപ്പുറത്ത് എടവണ്ണപ്പാറ ഞങ്ങൾ ഒരു യോഗം 1.5 ദിവസം കൊണ്ട് വിളിച്ച യോഗം എടവണ്ണപ്പാറക്ക് ഉൾക്കൊള്ളാത്ത ജനങ്ങൾ എത്തി. അപ്പൊ ആളുകളത് കാരണം ഇതൊന്നും അറിയില്ല, ഇതെന്താണ് സംഭവം. കുറേയേറെ ആളുകൾ ഒന്നും അറിയാത്തവർ അതിൽ കൂടി പോകുന്നു. അത് സമസ്ത എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങേയറ്റത്ത് ബഹുമാനിക്കുന്ന സംഘടനയാണത്. ഞങ്ങളൊക്കെ അതിന്റെ ഭാഗവാക്കാണ്. അപ്പം സമസ്തക്ക് ഒരു പോറലേൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സമസ്ത അങ്ങനെ വേണം, ആ രീതി തന്നെ കൊണ്ടുപോകണം. പക്ഷെ ഇവര് ഈ 3-4 ആളുകളാണ്, അത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അല്ല, ഇതില് സമസ്തയില് നിങ്ങൾക്ക് തന്നെ വലിയ ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ നിങ്ങൾക്കൊന്നും ഇത്രയും വലിയൊരു ശക്തികൾ അതിൽ ശക്തിപ്പെട്ട് വരുന്നത് അറിഞ്ഞില്ല. നമ്മളൊക്കെ അന്ന് തന്നെ എതിർത്തുണ്ട്. ഞാൻ പറയാം, 2016 ഷജറത്തു ത്വയ്യിബ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എന്താ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? സമസ്തന്റെ ഉള്ളില് ഷജറത്തു ത്വയ്യിബ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ടീമിനെ, അതായത് ലീഗിനോട് എതിർക്കുന്ന ഒരു വിഭാഗത്തിനെ രൂപപ്പെടുത്തി ഈ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പ് അതിൽ അവരിങ്ങനെ നിരന്തരം ഇത് പലതും പറയാണ്. ഇപ്പൊ ലീഗില് ഇപ്പൊ സമസ്ത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടന അല്ല. അപ്പൊ അത് എല്ലാ കാലത്തും ലീഗിന് മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വാശി ലീഗിനുണ്ട്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ലീഗിനെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെ. പക്ഷെ ലീഗും സമസ്തയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ലീഗ് ഒരു പൊതുവേദിയാണ്, എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. പക്ഷെ സമസ്തയും ലീഗും തമ്മിൽ മുൻകാലങ്ങളിലും ഇപ്പോഴും ഒരു വലിയ ബന്ധമുണ്ട്. ഇതിനെപ്പറ്റി വലിയൊരു ആരോപണം ഉള്ളത് ഈ കാസി ഫൗണ്ടേഷൻ വരുന്നതും നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം വന്നത് കുറച്ചു കാലത്തായിട്ട് സമസ്ത ലീഗിനല്ലാത്ത മറ്റു പാർട്ടികളോടും അനുഭാവപൂർവമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു വന്നപ്പോൾ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുറെ കാലങ്ങളായി പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകൾക്ക് ഇളക്കം തട്ടുന്നു. ഇപ്പൊ പൊന്നാനി കണ്ടില്ലേ, അതൊന്നും എന്ത് വോട്ട്, എന്തൊക്കെ ശ്രമമാണ് ഈ പൊന്നാനിയിൽ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ഇവർ കളിച്ചതെന്ന് ഈ വിഭാഗം സമസ്തയുടെ ഈ വിഭാഗം കളിച്ചതും അവരവരുടെ ആവശ്യം അതൊക്കെ പൊതുവേദി പറയേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പറയാം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഈ സ്ഥിതി? ഇപ്പൊ പാലക്കാട് ഇലക്ഷനിൽ പോലും എന്താണ് അവരുടെ വിഭാഗം കാണിച്ചത്? അത് അവർ കൃത്യമായി ചെയ്തിരുന്നു, അതിന്റെ പരിപാടി നടത്തിയിരുന്നു. വോട്ട് എവിടെ പോയി? സുപ്രഭാതത്തിലെ പരസ്യം ആ രീതി വന്നിട്ടും സമുദായം അത് ഏറ്റെടുത്തോ? മുസ്ലിം കമ്മ്യൂണിറ്റി അത് ഏറ്റെടുത്തോ? ലീഗ് ബഹുഭൂരിപക്ഷ സമസ്ത ഉണ്ട്, സമസ്തയിൽ ബഹുഭൂരിപക്ഷ ലീഗും ഉണ്ട്. അത് പാലക്കാട് ഇലക്ഷനില് അവര് പിന്നെ ഇവർക്കെതിരായിട്ട് പ്രവർത്തിച്ചു. നമുക്കറിയാം അവർ കളിച്ചിട്ടുണ്ട്, എതിരായി ബോധിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു റിയാക്ട് കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഗ്രൂപ്പ് അവര് അത് മാത്രമല്ല, ഇപ്പൊ ഈ ഷജറത്ത് ത്വയ്യിബ മാത്രമല്ല, ഇപ്പൊ അവര് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അഡ്മിൻ ഓൺലി ആക്കുക, എന്നിട്ട് ഇതിങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുക. അത് രാഷ്ട്രീയമാണല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞത് ചെറിയ വൈരുദ്ധ്യം, അതായത് ഈ 5 പേര് ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞു. ശക്തിയല്ല, അവർ ഹൈജാക്ക് ചെയ്യുന്നു. 5 പേര് ഹൈജാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ്, അതാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ്മാരോട് എന്നുവെച്ചാൽ മുഷാവറ മെമ്പർമാരുടെ സ്ഥിതി അവരൊക്കെ എന്താ വെച്ചാൽ അവർ മറ്റൊരു ലോകത്താണ്. അതൊന്നല്ല, ഉസ്താദ്മാർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നുമല്ല. അവരുടേതായ ഒരു ഇൽമും ആ ദീനും കാര്യങ്ങളും പോകുന്ന. എന്നാൽ അതാണ് ഇതുവരെ അതിനൊരു പ്രതിപക്ഷമില്ല. ഇവര് 1 വേ അടിക്കുമ്പോ അതിന് ഗോളില്ലാത്ത പോസ്റ്റിന് ഗോൾ അടിക്കുകയാണ് അവര്. ഞങ്ങൾ ഇനി ഡിഫെൻഡ് ചെയ്യാണ്, പ്രതിരോധിക്കുകയാണ്. ആ രീതിയിൽ ഞങ്ങൾ ഒരു വിഭാഗീയതയിലേക്ക് പോകാത്ത രൂപത്തിൽ അല്ല. വിഭാഗീയത ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു വിഭാഗീയത കൂടുതൽ പ്രകടമാകാത്ത രൂപത്തിൽ ഇതിനെ രമ്യമായി പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതിന്റെ ലെവലും ഇപ്പോഴും അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും അതിന്റെ ചർച്ചയാണ്. 11-ാം തീയതി മുഷാവറുണ്ട്. അതിന് മുമ്പ് തന്നെ ഏകദേശം റെഡിയാണ്, തീരും. നിങ്ങൾ ആരും കരുതുന്ന പോലെ സമസ്തയും അത് ഞങ്ങളുടെ ശക്തമായൊരു ആവശ്യമാണ്. ആ ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട്, അത് അവർ തീരുമാനിക്കണം. സുപ്രഭാതത്തിൽ ഇപ്പോൾ എടുത്ത നടപടി ഒരിക്കലും ശരിയല്ല. അതിന് എവിടെയാണ് പിടിക്കേണ്ടത്? അതിന്റെ ഹെഡ് പിടിക്കണം. ഒന്നുമില്ലാത്ത വെറുതെ റിപ്പോർട്ടർമാരെ ശാസ്ത്രനൊന്നും റിപ്പോർട്ട് ഇപ്പം പറഞ്ഞ അത് ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ
മാനേജ്മെന്റ് പറഞ്ഞു ഞങ്ങളത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇവലാണോ ഇത് ചെയ്ത്? അങ്ങനെ ഒരു നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടല്ലേ? ഒരു മാനേജ്മെന്റ് അറിയാതെ ഇത്രയും വിവാദമായ ഒരു പരസ്യമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന കൊടുക്കാൻ കഴിയുമോ? കണ്ടന്റ് പരസ്യം എന്ത് പ്രശ്നം എന്താ? കൊടുക്കാലോ. കണ്ടന്റ് രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയത ഉണ്ടാക്കുന്ന കണ്ടന്റാണ്. അത് ശരിക്ക് കേസെടുക്കാൻ പറ്റിയ കണ്ടന്റാണ്, ചെറുതല്ല. ആ കാര്യങ്ങൾ ഉണ്ടാക്കിയതിൽ വളരെ പ്ലാന്റഡ് ആണ്. അത് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോ ചന്ദ്രിക പത്രം നിലനിൽക്കെ ഈ ബഹുഭൂരിഭാഗം വരുന്ന ഈ പിന്നെ എന്താ പറയാ IK സുന്നികൾ വായിച്ചുകൊണ്ടിരുന്നത് ചന്ദ്രികയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് സുപ്രഭാതം വരുന്നത്. അതുപോലെ തന്നെ ബഹുഭൂരിഭാഗം വിശ്വാസികളും കണക്കിലെടുത്തിരുന്നത് സമസ്ത വിഭാഗത്തിന്റെ ഫത്വയായിരുന്നു. അപ്പോഴാണ് കാസി ഫൗണ്ടേഷൻ വരുന്നത്. അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സീരിയൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലീഗിന് താല്പര്യമില്ലാത്ത സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും ലീഗിന് താല്പര്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ വിഷയം. അല്ല, അങ്ങനെ ധാരണയെ വേണ്ട. ചന്ദ്രിക ഉണ്ടാകുമ്പോ തങ്ങൾ പാണക്കാട് ഇതേ തങ്ങൾ അതിന്റെ ഹെഡിൽ നിന്നിരുന്നത് സുപ്രഭാതവും ഞങ്ങള് ചന്ദ്രികയുടെ ക്യാമ്പയിന്റെ സമയത്താണ് സുപ്രഭാതം വന്നപ്പോൾ ചന്ദ്രിക 3 മാസം പിറകോട്ട് മാറ്റി. ചന്ദ്രികന്റെ സമയം ഇപ്പോഴാണ്. 3 മാസം മുമ്പ് സുപ്രഭാതത്തെ ക്യാമ്പയിൻ ഞങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാ. അല്ലെങ്കിൽ ചന്ദ്രിക സത്യത്തിൽ 3 മാസം മുമ്പാ. ചന്ദ്രിക സർക്കുലേഷനെ ബാധിക്കും, സ്വാഭാവികല്ലേ. എന്നിട്ടും ചന്ദ്രിക 3 മാസം ഞങ്ങളെ പാർട്ടി അണികളൊക്കെ വലിയ പ്രശ്നമാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? മുട്ടരുത്, യോജിച്ച് തന്നെ പോകണം എന്ന് കരുതി. ഇപ്പം സംസ്ഥാനത്തെ ആളുകൾ ലീഗുകാരല്ലേ ഈ പത്രങ്ങൾ എടുക്കണേ, ആരായി എടുക്കണം, ഒരു കണക്കുകൾ എടുക്കട്ടെ, അതൊക്കെ ലീഗ് തന്നെയാണ്. അതിലിപ്പോ സമസ്തയും പോയില്ല. ഈ റഹ്മത്തുള്ള കാസിമി മൂത്തേട് എന്ന് പറയുന്ന പ്രാസംഗികൻ, അത് നല്ല ക്രൗഡ് പ്ലെയറാണ്. അദ്ദേഹം നേരത്തെ പാണക്കാട് കുടുംബത്തെ അങ്ങേയറ്റം പ്രകീർത്തിക്കുകയും ലീഗിനെ തന്നെ ലീഗ് സ്വർഗത്തിലേക്കുള്ള കോണിയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ വ്യക്തി ഇപ്പൊ ലീഗിനെതിരെ, ലീഗ് നേതാക്കൾക്കെതിരെ സംസാരിക്കുന്നത്. കാരണം ഈ വഹാബിസം കൊണ്ടുവന്ന് ഈ ഇതിൽ കലക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനെ പറ്റി എന്താ പറയുക? അതൊക്കെ അദ്ദേഹത്തിന് എന്താ തെറ്റിദ്ധാരണയാണ്. അത് തിരുത്തുമ്പോൾ അദ്ദേഹം തന്നെ തിരുത്തലുണ്ട്. അദ്ദേഹം ആട്ടുംകൊട്ടൊക്കെ പറയില്ലല്ലോ. അപ്പം ഇപ്പം വന്ന ഏതെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ സ്വയം തിരുത്തും. അദ്ദേഹം അത് പഠിക്കുന്ന വിധേയമാക്കും. അദ്ദേഹം തന്നെ തിരുത്തി പറയും. ചോദിക്കട്ടെ, ഒരു ഇപ്പോ ഈ ഇരു വിഭാഗം സുന്നികൾ, കാന്തപുര വിഭാഗം തമ്മിൽ സുന്നികൾ തമ്മിൽ യോജിക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിലുള്ള ശുഭ സൂചനകളൊക്കെ പലയിടത്തും കേൾക്കുമ്പോൾ ഈ നിങ്ങൾക്ക് ഉള്ളിലുള്ള ഈ ഒരു ഭിന്നത ആ ഒരു ഐക്യത്തെ ബാധിക്കുക? ഇല്ല. എന്തിന്? ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ അജ്മീർ പള്ളിക്ക് പോലും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഭിന്നതല്ല വേണ്ടത്. സമസ്തയും AP വിഭാഗവും ലീഗും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പൊതുവായി യോജിക്കാവുന്ന വിഷയത്തിൽ യോജിക്കണം എന്നുള്ളത് പാർട്ടിയുടെ അഭിപ്രായമുണ്ട്, എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നിങ്ങൾ കാന്തപുരത്ത് സന്ദർശിച്ചത്? ഞാൻ അതിന്റെ ഭാഗത്ത് അല്ലെങ്കിലും ഞാൻ കാന്തപുരത്ത് സന്ദർശിച്ചിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് ഫൗണ്ടേഷന്റെ ഒരു വിദ്യാഭ്യാസ അവാർഡ് അദ്ദേഹത്തിന് ഞങ്ങൾ നിശ്ചയിച്ചപ്പോൾ അത് പറയാനാണ് പോയത്. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ഐക്യ ചർച്ച നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. ശരിക്ക് ഈ സമസ്ത ലീഗ് വിഷയത്തിൽ മറ്റേതെങ്കിലും ശക്തികൾക്ക് പങ്കുണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും ഞാൻ പറയുന്ന ഈ കക്ഷികള്, ഈ സ്ലീപ്പിംഗ് സെല്ലുകള്, ഇവര് ആണ് ഇത് പർവ്വതീകരിച്ചു കൊണ്ടുപോകുന്നത്. അവരുടെ പിന്നിൽ മറ്റേതെങ്കിലും ശക്തികളില്ല. അങ്ങനെയൊന്നും അങ്ങനെ ചില ആളുകളുടെ ചില കോണുകളിൽ നിന്ന് പറയാം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി, മറ്റേ മുജാഹിദ് ഒക്കെ പറയും. അതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. അവർക്കൊന്നും ഇതിൽ റോളില്ല. അതൊക്കെ ഓരോന്നിനും ഘട്ടം വരുമ്പോൾ പറയാണ്, പിടിച്ചു നിൽക്കാൻ പറയാണ്. ഇവർ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. CPM ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? അവർക്കിപ്പോ ലീഗിനെ തകർക്കുന്ന കാര്യത്തിൽ അവർ അവരുടേതായ പങ്ക്. അല്ല, സമസ്ത ലീഗ് ഭിന്നപ്പുണ്ടായി കഴിഞ്ഞാൽ അത് ലീഗിന്റെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ CPM ഇപ്പൊ മനസ്സിലായത് കൊണ്ടാണ് CPM വലിയ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ. നിരന്തരം അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ CPM-ൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ചിരുന്ന ഒരു MLA ശരിക്കും ഇതിന്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ആരോപണം ലീഗ് കേന്ദ്രങ്ങളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ സമസ്ത പോലെ അംഗീകരിക്കുന്നില്ല. ആ MLA തള്ളീന് പറ്റില്ല, അവരും ഇങ്ങോട്ട് ഒഴിവാക്കിയാണ്. അതിനൊന്നൊക്കെ നിർത്തി വെക്കും. അതിലൊന്നും കാര്യമില്ല. ഞങ്ങൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഈ കക്ഷികളെ ഞങ്ങൾ കാര്യങ്ങൾ കാണിച്ച് സമസ്ത ഉസ്താദ്മാർ പറയും. അത് ഒരിക്കലും സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ സമാന്തരമല്ല. അങ്ങനെ സമാന്തരമായിട്ട് രൂപീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. അത് കൃത്യമായി ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പറയും. വ്യക്തമായ രൂപവും ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായി ഞങ്ങളും ഈ കാര്യങ്ങൾ ഞങ്ങളും തുറന്നു കാണിക്കും. എന്തൊക്കെയാണ് ഇവർ സമസ്തയിൽ കാണിച്ചു കൂട്ടുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ എന്തൊക്കെ ചെയ്തതെന്നും ഒക്കെ. ഇപ്പൊ കാവി ആകാൻ പറ്റൂല എന്ന് പറഞ്ഞ് തങ്ങൾ ഇവരൊന്നും ഒരു സ്വന്തം നാട്ടിൽ ഒരു
പള്ളിയിലെങ്കിലും വൈദറ്റെങ്കിലും ബലത്തിലാരെങ്കിലും വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് ഖാദിയാവണം എന്ന് പറഞ്ഞിട്ട് ഇന്ന അതിന് പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഖാദിയാവാൻ പറ്റൂല എന്ന് ഉമ്മർ ഫൈസി പരസ്യമായി പറഞ്ഞു. അങ്ങനത്തെ ആളെങ്ങനെ സമസ്ത മുഷാവറയിരിക്കാൻ പറ്റുക? മാറണ്ടേ? എനിക്കൊരു വിവരമില്ല. കോഴിക്കോട് മറ്റുള്ള ജില്ലകളൊക്കെ സമ്മേളനം നടത്തുന്നത് ലീഗ് സമ്മേളനമാണോ അല്ല സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്മേളനം? ഏതാണ് ലീഗായിട്ട് അത് ബന്ധമില്ല. കോഴിക്കോട് സമ്മേളനം നടത്തുന്നത് എന്താണ്? കോഴിക്കോട് ഞങ്ങൾ സംസ്ഥ ആദർശ സമിതി സമിതിയുടെ നിങ്ങൾ സമസ്ത ആദർശ സംരക്ഷണ സമിതി, അതിന്റെ സംസ്ഥാന വർക്കിംഗ് ചെയർമാനാണ് ഞാൻ. ഇതിലെ നിങ്ങൾക്കല്ലേ ഇതിൽ കൃത്യമായി ഇത് രമ്യതയിൽ എത്തിക്കാനുള്ള അതാണ് ഞങ്ങളുടെ റോള്. നിങ്ങൾ സമസ്തയുടെ ഭാഗത്തുണ്ടായിരുന്നു, ലീഗിന്റെ യെസ്, നമ്മളൊക്കെ അല്ല ഈ 2.5 കൊല്ലമായിട്ടും അതിന് തന്നെ ശ്രമിച്ചിട്ടുള്ളൂ. യോജിച്ച് പോവാനും അതിന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളുമായിട്ട് പലവട്ടം സംസാരിച്ചാണ്. സാദിഖലി തങ്ങൾ അതിന് ഫുള്ള് അങ്ങനെ യോജിച്ചു. ഇപ്പം പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടിക്ക് പോകാൻ പാടില്ല. ഇപ്പം അനുവാദം